السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും മാപ്പ് നൽകട്ടെ. അല്ലാഹു ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളിൽ നമ്മയും വേണ്ടപ്പെട്ടവരെയും അല്ലാഹു ചേർക്കട്ടെ. ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുള്ള എല്ലാവരുടെ മുറാദും നമ്മുടെ ഒക്കെ മുറാദ് അല്ലാഹു ഹാസിലാക്കട്ടെ. രോഗങ്ങൾ, പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ദുഃഖങ്ങൾ, കടങ്ങൾ എല്ലാം അല്ലാഹു നീക്കി റാഹത്ത്, ഫറഹ്, സുറൂർ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ നമുക്ക് ദീർഘായുസ്സവന്റെ ത്വാഅത്തിലാക്കി നൽകട്ടെ. നമ്മുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ട എല്ലാവരുടെയും ഖബർ സന്തോഷത്തിലും റാഹത്തിലുമാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാഹ് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ്. ദിക്ർ, ദുആ, സ്വലാത്തിനൊക്കെ വല്ലാത്ത പോരിശയാണ്. ദുആക്ക് ഇജാബത്ത് ഉറപ്പാണെന്ന് കറതീർത്ത് മഹാന്മാരായ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും മഹനീയമായ മുഹൂർത്തമാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആക്ക് വെള്ളിയാഴ്ച രാവിന്റെ ബറക്കത്ത് കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇജാബത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദിക്ർ ദുആയിലേക്ക് നമുക്ക് കടക്കാം. എല്ലാവരും എൻ്റെ കൂടെ ചൊല്ലാം. അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക വതൗഫീഖി ത്വാഅതിക വഈമാനിക യാ അല്ലാഹ്. اللهم أعني على ذكرك وشكرك وحسن عبادتك وتوفيق طاعتك وإيمانك يا الله. اللهم أعني على ذكرك وشكرك وحسن عبادتك وتوفيق طاعتك وإيمانك يا الله. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ സെക്കൻഡ് വരെ ചെയ്തു പോയ എല്ലാ തെറ്റുകളും കരിഞ്ഞു പോകാൻ, തെറ്റുകൾ പൊറുക്കപ്പെടാൻ, മൗഫറത്ത് കിട്ടാൻ, ഇനി ശേഷമുള്ള ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ബറക്കത്തും ഐശ്വര്യവും സമ്പത്തും സൗകര്യങ്ങളും സന്താനങ്ങളും കുടുംബവും റാഹത്തും എല്ലാം നമ്മുടെ ജീവിതത്തിൽ തരാൻ വേണ്ടി രണ്ടു കൂടെയാണ്. ഒന്ന് തിന്മകൾ മാച്ചു കളയാൻ, രണ്ട് ഖൈറാത്തുകൾ കേറി വരാൻ വേണ്ടി. അതിനാണ് ഇസ്തിഗ്ഫാർ. ആ ഇസ്തിഗ്ഫാർ വിശുദ്ധമായ ഖുർആൻ അടയാളപ്പെടുത്തിയ ഇസ്തിഗ്ഫാർ കൂടെയാണ് നമ്മൾ പ്രത്യേകം പരിഗണിക്കുന്നത്. അതുകൊണ്ട് ഖൽബിൽ വേദനയോടുകൂടെ ഇസ്തിഗ്ഫാറിന്റെ കൂടെ എല്ലാവരും പറയണം. ഒരു വേദന ഉണ്ടാകണം. അല്ലാഹുവേ, ചെയ്തു പോയി ഒരുപാട് അപരാധങ്ങൾ മാപ്പാക്കണം റബ്ബേ എന്നുള്ള തേട്ടം കൂടെ ഖൽബിൽ വേണം. അപ്പോൾ 100 മാർക്കായി. എല്ലാവരും എൻ്റെ കൂടെ പറയണം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ. 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 അൽഹംദുലില്ലാഹ്, തഖബ്ബലല്ലാഹ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി ഒരു മനുഷ്യന്റെ, ഒരു അടിമയുടെ ഇബാദിന്റെ നാവ് കൊണ്ട് പറയാൻ പറ്റുന്നതിൽ ഏറ്റവും അഫ്ളലായ ദിക്ർ, അതിനേക്കാൾ അഫ്ളലായ ദിക്ർ വേറെ ഉണ്ടോ? ഇല്ല. അള്ളാഹു ഇറക്കിയതിൽ നമുക്ക് അവതരിപ്പിച്ചതിൽ ഏറ്റവും അഫ്ളലായ ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കഴിഞ്ഞുപോയ അമ്പിയാക്കളും പറഞ്ഞതിൽ ഏറ്റവും അഫ്ളലായ വാക്ക് ഏതാണെന്നറിയോ? അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന് വലിയ 7 ആകാശഭൂമിയേക്കാൾ ഭാരം കൂടുതലാണെന്ന്. അത്ര വലിയ വാക്കാണ്. ആ വാക്കാണ് നമുക്ക് മരിക്കുമ്പോൾ പറയേണ്ടത്. ആ വാക്ക് മരിക്കുമ്പോൾ പറയുന്ന ആളുകൾ ദഖലൽ ജന്ന, ആ സെക്കൻഡിൽ സ്വർഗത്തിൽ കിടക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ആത്മാർത്ഥമായിട്ട് എൻ്റെ കൂടെ പറയാം. ഫഅലം അന്നഹു അഫ്ളല ദിക്റു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്
لا إله إلا الله 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 തഖബ്ബൽ അല്ലാഹ് അൽഹംദുലില്ലാഹ് ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് ചൊല്ലാനുള്ളത് പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ഏറ്റവും പ്രഗൽഭമായ നാമം എന്ന് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ള, അതായത് ഇസ്മുൽ ആലമാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചോദിച്ചാലും അള്ളാഹു നൽകും. അത് ചൊല്ലിയിട്ടുള്ള മജ്ലിസ് അള്ളാഹിന്റെ പ്രത്യേക നോട്ടുണ്ടാകും എന്ന് പറഞ്ഞിട്ടുള്ള ഇസ്മാണ് യാദൽ ജലാലി വൽ ഇക്റാം. അത് ആത്മാർത്ഥമായിട്ട് എന്റെ കൂടെ പറയാം. യാദൽ ജലാലി വൽ ഇക്റാം 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 യാദൽ ജലാലി വൽ ഇക്റാം. തഖബ്ബലല്ലാഹ്, അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പ്രിയപ്പെട്ടവരെ, നമുക്ക് ചൊല്ലാനുള്ളത് ഒരു വെറൈറ്റിയാണ്. എന്ന് പറഞ്ഞാൽ ഖസീദത്തു കഫാക്ക. അശീഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ കൈപ്പടയിൽ എഴുതി വെച്ച അത്ഭുതകരമായ സിർറ്, ഒരുപാട് രഹസ്യങ്ങൾ അടങ്ങിയ പരിശുദ്ധമായ 3-4 വരി ബൈത്തുകളാണ്. 40 കാഫ് കൊണ്ട്, അതാണ് ഖസീദത്തു കഫാക്ക. കഫാക്ക പരിശുദ്ധമായ 40 കാഫുകൾ കൊണ്ട് മഹാനവറുകൾ രേഖപ്പെടുത്തിയ ആ ബൈത്തിൽ 40 കാഫുണ്ട്. എണ്ണി നോക്കിയാൽ അറിയാം. എന്താ അതിന്റെ പ്രത്യേകത? അതിന്റെ പ്രത്യേകത ഔലിയാക്കൾ, അള്ളാന്റെ ഇഷ്ടപ്പെട്ട ആളുകൾ മാത്രം ഉപയോഗിക്കുന്ന ചൊല്ലുന്ന വാക്കാണ്. അത് ചൊല്ലാന്ന് പറയുന്നത് അപാരമായ തൗഫീഖ് കിട്ടിയ ആളുകൾക്ക് മാത്രമേ പറ്റുള്ളൂ. അത് ചൊല്ലാൻ, അത് പഠിക്കാൻ, അത് ഉപയോഗപ്പെടുത്താൻ. മാത്രമല്ല, എല്ലാ ആഫത്ത് മുസീബത്തുകൾ, കണ്ണീർ, സിഹർ, പിന്നെ മാരണം, എന്താ പറയാ, നമ്മളെ ശത്രുക്കൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക, നമ്മുടെ അപകടത്തിൽപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക, നമ്മൾ തകർന്നു പോകാൻ വേണ്ടി അങ്ങനെ കണ്ടുകിട്ടാൻ വേണ്ടിയിട്ട് അസൂയക്കാർ ആഗ്രഹിക്കുക, എല്ലാവരെയും പരാജയപ്പെടുത്തുന്ന, ഏത് വിഷാംശങ്ങളെയും നിർവീര്യമാക്കി കളയുന്ന ഏറ്റവും പവറാണ്. ആയുധം ഉപയോഗിച്ച് അവരെ വധിച്ചു കളയാൻ തീരുമാനിച്ചാലും ആയുധം പോലും ഏൽക്കൂല എന്ന് പറഞ്ഞ അത്രയേറെ പവറാണ് ഖസീദത്തു കഫാക്ക. അള്ളാഹുവിന്റെ കാഫി എന്ന് പറയുന്ന അവിടുത്തെ ഇസ്മിൽ നിന്നും പരിശുദ്ധമായി ക്രോഡീകരിക്കപ്പെട്ട പരിശുദ്ധമായ ഖസീദത്തു കഫാക്ക ബൈത്ത്. അൽഹംദുലില്ലാഹ്, ഇതാ നമ്മൾ ചൊല്ലാൻ പോകുന്നത്. ആത്മാർത്ഥത വേണം. ഒരു ദിവസം ഒരു 3 വട്ടം ചൊല്ലിയാൽ പോലും അവന്റെ ആ ദിവസത്തിന് അത് മതിയാകുമെന്നാണ്. അത് മതിയാകും ഒരു ദിവസത്തിൽ. അത്രയേറെ പവറാണ്. ഒരുപാട് പോരിശയുണ്ട്. സാധാരണ മജ്‌ലിസുകളിൽ നമുക്ക് കിട്ടാത്തൊരു ഒരു മധുരമാണ് ഈ ഖസീദത്തു കഫാക്കയുടെ മധുരം. അത് നമ്മൾ നുകരണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ കൂടെ തെറ്റുകൂടാതെ എല്ലാവരും ചൊല്ലാം. കഫാക റബ്ബുക കം യക്ഫീക വഖീഫതൻ കിഫ് കാഫുഹാ കകമി നിൻകാന മിൻകലിക തകുറു കറൻ കകരിൽ കരി ഫീ കബദി തഹ്കീമു ശക്സകതൻ കല്ലത് ലകൽ കലിക കഫാക മാ ബി കഫാ കൽ കാഫു ഖുർബതഹു യാ കൗകബൻ കാന തഹ്കി കൗകബൽ ഫലക കഫാക റബ്ബുക കം
يكفيك واكفة كف كافها ككمي إن كان منك لك تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفاك ما بكفا كالكاف قربته يا كوكبا كان تحكي كوكب الفلكا كفاك ربك كم يكفيك واكفة كف كافها ككمي إن كان منك لك تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفاك ما بكفا كالكاف قربته يا كوكبا كان تحكي كوكب الفلكا അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി കബൂൽ ചെയ്യട്ടെ. പരിശുദ്ധമായ ഖസീദത്ത് കഫാക്ക അല്ലാഹു വച്ചിരിക്കുന്ന എല്ലാവിധ ഖൈറും ബറക്കത്തും എല്ലാവിധ നിഅമത്തും അല്ലാഹു നമുക്ക് തുറന്നു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പ്രിയപ്പെട്ടവരെ, നമുക്ക് ചൊല്ലാനുള്ളത് പരിശുദ്ധമായ സ്വർഗ്ഗത്തിൽ നിന്നും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പുന്നാര നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ കൊടുത്തുവിട്ട ഉമ്മത്തികളായ നമുക്ക് കൊടുത്തുവിട്ട സമ്മാനമാണ്. സ്വർഗ്ഗത്തിന്റെ നിധിയുടെ ഭാഗമാണ്. ആ പരിശുദ്ധമായ തസ്ബീഹാണ് പരിശുദ്ധമായ ഹൗഖലത്ത്. അത് രണ്ടും കൂടെയാണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത്. ആത്മാർത്ഥമായിട്ട് എൻ്റെ കൂടെ ചൊല്ലാം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പരിശുദ്ധമായ തസ്ബീഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ലോകത്തും പരലോകത്തും ഒരുപാട് ഖൈറുകൾ എന്ന് പറഞ്ഞാൽ 100 ഹജ്ജിന്റെ പോലും കൂലി നൽകാൻ കാരണമാകും എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുള്ള പരിശുദ്ധമായ തസ്ബീഹിന്റെ ശകലം അതാണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത്. എൻ്റെ കൂടെ ചൊല്ല എല്ലാവരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി 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 സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ചൊല്ലാനുള്ളത് അല്ലാഹുവിന്റെ പ്രഗൽഭമായ 2 ഇസ്മുകൾ വിളിച്ചുകൊണ്ട്
നമ്മുടെ പ്രയാസങ്ങൾ വിഷമങ്ങളും എല്ലാം നീങ്ങിപ്പോകും. ഫാത്തിമത്തു സുഹറ റളിയല്ലാഹു തആല അൻഹ പ്രയാസപ്പെട്ട് വിഷമിച്ച് പുന്നാര നബി തങ്ങളുടെ ചാരത്ത് വന്നപ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തു, ഫാത്തിമ ഇങ്ങനെ പറഞ്ഞോളൂ, ഈ ദിക്ർ പറഞ്ഞോളൂ, നിന്റെ എത്ര വലിയ ടെൻഷനും മാറും, നിന്റെ എല്ലാവിധ മാനസിക ഡിപ്രഷനും മാറി നിനക്ക് റാഹത്തുണ്ടാവും, കൽബിനൊരു ഹാപ്പിനെസ് ഉണ്ടാവും, ഇത് ചൊല്ലിക്കോളൂ, ഒരുപാട് ബറക്കത്തുണ്ടാകും എന്ന് പറഞ്ഞ പരിശുദ്ധമായ അള്ളാന്റെ സഹായം പെട്ടെന്ന് നേരിട്ട് കിട്ടാൻ ഈ ദിക്ർ, ഈ ദുആ പ്രത്യേകം കാരണമാകും. അതാണ് ചൊല്ലാൻ പോകുന്നത്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് എൻ്റെ കൂടെ ചൊല്ലാം. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, 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 യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പരിശുദ്ധമായ ഇസ്തിഗ്ഫാർ നമ്മുടെ ഹൃദയത്തിൽ തട്ടി നമ്മൾ ചൊല്ലേണ്ട എന്ന് പറഞ്ഞാൽ മനസാന്നിധ്യം ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് വലിയ ഇഷ്ടാവും. മനസാന്നിധ്യം ഇല്ലെങ്കിലോ അല്ലാഹുവിന് വെറുപ്പാണ് ഈ വാക്ക് പറയുന്നത്. ഏത് ഖൈറായ കാര്യവും നമുക്ക് നേടിയെടുക്കാൻ ഇത് മതിയാകുന്ന, മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാൻ മതിയാകും, ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടാതെ മതിയാകും. ഇപ്പോൾ ഭർത്താവിന് ജോലി വേണം, അല്ലെങ്കിൽ നമുക്ക് ജോലി വേണം, എന്താ മാർഗം? ഇത് ചൊല്ലിയാൽ മതിയാകും. രോഗമുണ്ട്, അത് മാറിക്കിട്ടണം, ഇത് മതിയാകും. കുടുംബത്തിൽ സാമ്പത്തിക ഞെരുക്കുണ്ട്, ഇത് മതിയാകും. കടങ്ങളുണ്ട്, ഇത് മതിയാകും. എന്തിനും മതിയാകുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ള മഴ വേണം, ഇത് മതിയാകും. ചൂട് കൂടുതലാണ്, ഇത് മതിയാകും. എന്തിനും പറ്റും എന്ന് പറഞ്ഞിട്ടുള്ള വാക്കാണ്. ആ വാക്ക് പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായി നമ്മൾ ഖൽബ് പറഞ്ഞിട്ട് ചൊല്ലണം. എൻ്റെ കൂടെ എല്ലാവരും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അൽഹംദുലില്ലാഹ് തഖബ്ബലല്ലാഹു ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ചൊല്ലാനുള്ളത് മറ്റൊരു ബൈത്താണ്. എന്താ ബൈത്തിന്റെ പ്രത്യേകത? മാത്തഅലൽ ഈമാൻ മിൻ ഗൈരി ശക്കിൻ. ഇത് പാരായണം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയിൽ ഇത് ഓതുന്നവരെ സംബന്ധിച്ചിടത്തോളം, അവർ മരിച്ചാൽ മരിക്കുമല്ലോ, എപ്പോഴായാലും മരിക്കും. ആ മരണം ഈമാൻ ഉറപ്പായി മരിക്കുമത്രേ. ഒരിക്കലും ഈമാൻ പതറൂല. ഉറപ്പായിട്ടും മഹാന്മാർ നമുക്ക് ഗ്യാരണ്ടി പറയുന്ന പരിശുദ്ധമായ ബൈത്താണ്. അത് തൗബയുടെ ബൈത്താണ്. നമ്മുടെ തെറ്റ് അല്ലാഹുവിനോട് ഏറ്റുപറയാ, ഞങ്ങൾ സ്വർഗത്തിന് യോഗ്യരല്ല എന്ന് പറയാ, നരകത്തിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗമില്ല, കഴിവില്ല എന്ന് പറയാ, എന്നിട്ട് ഞങ്ങൾക്ക് തൗബ വേണമെന്ന് പറയാ. ആ ഒരു പറച്ചിലാണ് പറയുന്നത്. ആ ഒരു ബൈത്താണ് ഇനി പറയാൻ പോകുന്നത്, പാടാൻ പോകുന്നത്. എൻ്റെ കൂടെ എല്ലാവരും തെറ്റുകൂടാതെ പറയാം. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ ഖുവാ അലാ നാരിൽ ജഹീമി ഫഹബ് ലി തൗബതൻ വഗ്ഫിർ ദുനൂബി فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا قوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا قوى
على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിൽ വളരെ പോരിശേറിയ വളരെ മഹത്വങ്ങളും ഖൈറുകളും കിട്ടുന്ന സ്വലാത്തുകളിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ ചൊല്ലുന്നത് പരിശുദ്ധമായ സ്വലാത്തുൻ നാരിയാണ്. തീ പടർന്നു പിടിക്കുന്ന തീപ്പാറും വേഗത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും നമ്മുടെ വിഷമങ്ങൾ മാറാനും നമുക്ക് ഖൈറുകൾ കിട്ടാനും സാമ്പത്തികമായ ഞെരുക്കങ്ങൾ മാറാനും കടങ്ങൾ പ്രയാസങ്ങളൊക്കെ നീങ്ങാനും പറ്റിയ സ്വലാത്താണ് പരിശുദ്ധമായ സ്വലാത്തു നാരിയ എന്ന് പറയുന്നത്. ആ സ്വലാത്താണ് ചൊല്ലുന്നത്. എൻ്റെ കൂടെ എല്ലാവരും ചൊല്ലാം. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم അൽഹംദുലില്ലാ തഖബ്ബലല്ലാഹ് ബാറകല്ലാഹ് ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ചൊല്ലാനുള്ളത് സ്വലാത്തുകളുടെ കൂട്ടത്തിൽ വളരെ വെറൈറ്റി ആയ ഒരു സ്വലാത്താണ്. മുഹദ്ദിസ് റളിയല്ലാഹു തആല അൻഹു ഒക്കെ യഥേഷ്ടം ചൊല്ലിക്കൊണ്ടിരുന്ന സ്വലാത്താണ്. ഈ സ്വലാത്തിന്റെ പ്രത്യേകത നേരിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്ത് കൊടുക്കുക. അതാണ് നേരിട്ട് അവിടുത്തെ വിളിച്ചുകൊണ്ട് കൊടുക്കുന്ന സ്വലാത്താണ്. ഇതിന് സ്വലാത്തുൽ ഹുളൂർ എന്നൊക്കെ പേര് പറഞ്ഞിട്ടുള്ള ഭയങ്കര പവറാണ്. ഫിദ്ദുനിയ വൽ ആഖിറ, ഈ ലോകത്തെയും പരലോകത്തെയും എത്ര വലിയ ആവശ്യങ്ങളും സ്പീഡപ്പിൽ നടന്നു കിട്ടാൻ ഇത് മതിയാകും എന്നൊക്കെ മഹത്തുക്കൾ പറഞ്ഞിട്ടുള്ള, നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് രാവിലെ, എന്ന് പറയപ്പെട്ടിട്ടുള്ള വലിയ മഹത്വമുള്ള ഒരുപാട് പോരിശകൾ പറയപ്പെട്ടിട്ടുള്ള സ്വലാത്താണ് ഈ സ്വലാത്ത്. ആ സ്വലാത്താണ് നമ്മൾ ചൊല്ലുന്നത്. എൻ്റെ കൂടെ എല്ലാവരും തെറ്റുകൂടാതെ ചൊല്ലാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അദ്രികിനി. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني. തഖബ്ബലല്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. ഈ സ്വലാത്തിന്റെ പോരിശ നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ചൊല്ലാനുള്ള സ്വലാത്ത് സ്വലാത്തുൽ ഫാത്തിഹ. സ്വലാത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ തന്നെ ഖൈറുകൾ എമ്പാടും നമുക്ക് തുറന്നു നൽകുന്ന വിജയം ഉറപ്പായും. എവിടെ വിജയം? നമ്മൾ എവിടെയുള്ളത്, ഏത് മേഖലയിലുള്ളത്, ആ മേഖല മുഴുവൻ വിജയമാവും. ദുനിയാവിൽ നമുക്ക് വിജയം ഉണ്ടാകും, ആഖിറത്തിൽ വിജയം ഉണ്ടാകും, പഠനത്തിൽ വിജയം ഉണ്ടാകും, കച്ചവടത്തിൽ വിജയം ഉണ്ടാകും, കുടുംബജീവിതത്തിൽ വിജയം ഉണ്ടാകും. നമ്മൾ ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളും വിജയം ഉറപ്പാണ്.
അങ്ങനെ ഖൈറുകൾ തുറന്നു നൽകുന്ന സ്വലാത്തുൽ ഫാത്തിഹ അതാണ് ഓതാനുള്ളത്. എല്ലാവരും എൻ്റെ കൂടെ ആത്മാർത്ഥമായിട്ട് ഓതുക, തെറ്റുകൂടാതെ ഓതുക. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉലിഖ വൽ ഖാതിമി ലിമാ സബഖ അന്നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാതികൽ മുസ്തഖീം സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി ഹഖ് ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما غلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما غلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم. تقبل الله. അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്യട്ടെ. അതിന്റെ ബറക്കത്ത് കൊണ്ട് ഇരു ലോക വിജയികളിൽ അല്ലാഹു നമ്മളെ ചേർക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പരിശുദ്ധമായ സ്വലാത്ത് ഇബ്രാഹിമിയ, നിസ്കാരത്തിന്റെ തഹയ്യാത്തിൽ നമ്മൾ ഓതുന്ന സ്വലാത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായ സ്വലാത്ത് ഏതാ? ഒറ്റ മറുപടിയുള്ളൂ, അത് സ്വലാത്ത് ഇബ്രാഹിമിയാണ്. മഹത്വത്തിൽ ബാക്കിയുള്ള സ്വലാത്ത് മുഴുവൻ അതിന്റെ താഴെയാണ്. അപ്പൊ സ്വലാത്തുകളുടെ രാജാവാണ് യഥാർത്ഥത്തിൽ സ്വലാത്ത് ഇബ്രാഹിമിയ. അപ്പൊ തെറ്റുകൂടാതെ എൻ്റെ കൂടെ എല്ലാവരും പറയാം. ഒരുപാട് പോരിശ കിട്ടുന്ന സ്വലാത്താണ്. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വളരെ കുറച്ച് നിസ്കാരത്തെ നമ്മൾ ചൊല്ലും, അല്ലാതെ ചൊല്ലുമ്പോൾ വളരെ കുറച്ച് മാത്രമേ ഈ സ്വലാത്ത് സാധാരണ ചെല്ലാറുള്ളൂ. പക്ഷേ ആ ഒരു സ്വലാത്തിനുണ്ട് 10,000 സ്വലാത്തിൻ്റെ വീര്യം. അത്രയേറെ പവറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം അവിടുത്തെ നാവിലൂടെ ഡയറക്റ്റ് സ്വഹാബികൾക്ക് ചൊല്ലിക്കൊടുക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന സ്വലാത്ത് കൂടെയാണ് സ്വലാത്ത് ഇബ്രാഹിമിയ. എൻ്റെ കൂടെ തെറ്റുകൂടാതെ എല്ലാവരും ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. تقبل الله. അല്ലാഹു സുബ്ഹാനഹു തആല ഈ സ്വലാത്ത് ഖബൂൽ ചെയ്യട്ടെ. അതിന്റെ മുഴുവൻ ബറക്കത്തും നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ഓതാനുള്ളത് പരിശുദ്ധമായ സ്വലാത്ത് ഫാത്തിമിയ. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പ്രത്യേകം ചൊല്ലിയിരുന്ന സ്വലാത്താണ്. നമുക്ക് ഉഹദ് മലയോളം കടങ്ങൾ, കുന്നോളം കടങ്ങളുണ്ടെങ്കിലും ആ കടങ്ങളൊക്കെ വീട്ടിയിട്ട് സാമ്പത്തിക ഐശ്വര്യവും ബറക്കത്തും ഇല്ലായ്മയും ദാരിദ്ര്യമൊക്കെ മാറിയിട്ട് ഒരു റാഹത്ത് കുടുംബത്തിൽ വരാനും നമ്മുടെ പ്രത്യേകമായ മുറാദുകൾ, ലക്ഷ്യങ്ങൾ ഉന്നം വെച്ച് നമ്മൾ കൽബിൽ ലക്ഷ്യമുണ്ട്, ഒരു മുറാദ് കൽബിൽ വെച്ചിട്ടുണ്ട്, എന്നിട്ടാണ് ഈ സ്വലാത്ത് ചൊല്ലുന്നത്. അതൊക്കെ വീട്ടപ്പെടാനും പവറുള്ള സ്വലാത്താണ്. കൊച്ചു സ്വലാത്താണ്. സ്വലാത്തുകളുടെ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നത് ഞാൻ പരിചയപ്പെട്ടതിൽ ഏറ്റവും ചെറിയ സ്വലാത്താണ് ഈ പരിശുദ്ധമായ സ്വലാത്ത്. ആ സ്വലാത്തിന്റെ കൂടെ തെറ്റുകൂടാതെ എല്ലാവരും പറയാം. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വാഹിലി 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 اللهم صل على النور واهلي 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 اللهم صل على النور واهلي
اللهم صل على النور واهله اللهم صل على النور واهله തഖബ്ബലല്ലാഹ് ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇനി പ്രിയപ്പെട്ടവരെ, നമ്മുടെ മജ്‌ലിസ് സമാപനത്തിലേക്ക് പോവുകയാണ്. ഒരു ഫാത്തിഹ ഇഖ്ലാസ് മുഅവ്വിദത്തൈൻ, അത് നമ്മുടെ മരണപ്പെട്ടു പോയ വേണ്ടപ്പെട്ട എല്ലാവരുടെയും ഖബറിലേക്ക് നമ്മൾ നിയ്യത്ത് ചെയ്യുക. നമ്മുടെ ബാപ്പ മരിച്ചിട്ടുണ്ട്, ഉമ്മ മരിച്ചിട്ടുണ്ട്, നമ്മുടെ ഭർത്താവ്, ഭാര്യ, മക്കള്, വേണ്ടപ്പെട്ടവര്, കൂട്ടുകുടുംബാദികൾ, വല്ലുപ്പമാര്, വല്ലുമ്മമാര്, ഉസ്താദുമാര്, മശായിഖന്മാര്, നമ്മളെ സ്നേഹിച്ചവര്, ഒരുപാട് സ്വാലിഹീങ്ങൾ അല്ലേ, ഒട്ടനവധി ആളുകളോട് നമുക്ക് മഹബത്ത്, ഹക്ക്, കടപ്പാട് ഒക്കെ ഉള്ളവരുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും, പ്രത്യേകിച്ചാണ് ഞാൻ പറഞ്ഞത്, എല്ലാ മുഅ്മിനീങ്ങളും മരണപ്പെട്ടു പോയവരെ നമ്മൾ ഖൽബിൽ നിയ്യത്ത് ചെയ്യുക. എന്നിട്ട് അൽഹംദുലില്ലാഹ് ഒരു ഫാത്തിഹ ഓതിയിട്ട് നമുക്ക് ദുആരക്കാം. പ്രത്യേകിച്ച് ഈ ശവ്വാൽ മാസത്തിൽ ഒട്ടനവധി സ്വാലിഹീങ്ങൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ആ സ്വാലിഹീങ്ങളെ കൂടെ നമ്മൾ ഈ ദുആയിൽ ചേർക്കുകയാണ്. പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ അൻവാർ ഫജറിന്റെ കുടുംബത്തിൽ, ഈ മജ്‌ലിസിന്റെ കുടുംബത്തിൽ ഒട്ടനവധി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മരണപ്പെട്ടു പോയ ആളുകളെ കുറിച്ച് അവരെ വേണ്ടപ്പെട്ടവരെ എന്നോട് പറഞ്ഞു ദുആരക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മളുടെ 2-3 വർഷങ്ങളായി നമ്മുടെ മജ്‌ലിസിൽ പങ്കെടുത്തിട്ടുള്ള ഒട്ടനവധി ആളുകൾ, കൂടെ ചൊല്ലിയിട്ടുള്ള ഉപ്പമാര്, ഉമ്മമാര് പലരും ഖബറിൽ പോയി. നമ്മുടെ ഈ ഫാമിലി അൻവാർ ഫജറിന്റെ കുടുംബം അല്ലെങ്കിൽ നമ്മുടെ മജ്‌ലിസിന്റെ കുടുംബത്തിൽപ്പെട്ട ഒട്ടനവധി ആളുകൾ മരണപ്പെട്ടു പോയവരിൽ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ മരണപ്പെട്ടു പോയവരിൽ, കുടുംബക്കാരിൽ ഒട്ടനവധി ആളുകളുണ്ട്. അവരെല്ലാം നമ്മുടെ ഖൽബിലൊന്ന് കരുതണം. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ഈ ഓതുന്ന മുഴുവത്തിൻ്റെയും, ഞങ്ങൾ ഇതേവരെ ഓതിയ ചൊല്ലിയ എല്ലാറ്റെയും മിഥില സവാബ് ഞങ്ങളുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും, പ്രത്യേകിച്ച് ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും അല്ലാഹുവേ നീ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ, എത്തിച്ചു കൊടുക്കണേ പടച്ചവനെ. അതിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കും ഈമാനോടെ ഈമാൻ സലാമത്തായുള്ള നല്ല മരണം അല്ലാഹുവേ നൽകുകയും നിന്റെ ത്വാഅത്തിൽ ദീർഘായുസ്സ് നൽകുകയും ചെയ്യണം പടച്ചവനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു ഫാത്തിഹ ഖൽബറിഞ്ഞിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഓതാം, തെറ്റുകൂടാതെ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. تقبل الله بارك الله آمين يا رب العالمين. നമ്മൾ ഓതിയ, പറഞ്ഞ, ചൊല്ലിയ, പാടിയ എല്ലാറ്റിൻ്റെയും മിഥില സവാബ് നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു സുബ്ഹാനഹു തആല എത്തിച്ചു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ചെറിയൊരു ദുആ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയണം. വലിയ പോരിശയാണ് നമ്മൾ ഒരുമിച്ച് കൂടി ഇങ്ങനെ ദിക്ർ ചൊല്ലിയിട്ട് ദുആരക്ക, അല്ലെങ്കിൽ ദിക്ർ ചൊല്ലിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് വെക്കുക, സ്വലാത്ത് ചൊല്ലിയിട്ട് വെക്കുക. ഒരുപാട് ഖൈറുകൾ നമുക്ക് കിട്ടുന്നതാണ്. നമ്മുടെ നടക്കാത്ത ഒരുപാട് സ്വപ്നങ്ങൾ പൂവണിയാൻ ഇത്തരം നല്ല ആത്മാർത്ഥമായ മജ്‌ലിസുകൾ ഒരു കാരണമാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇന്നങ്ങ് മരിച്ചുപോയാൽ നമ്മുടെ മരണശേഷമുള്ള ജീവിതത്തിൽ നമുക്ക് സന്തോഷത്തോടെ പുഞ്ചിരിച്ച് കാണാൻ പറ്റുന്ന അമൽ ഇതുപോലുള്ള അമലുകളാണ്. അല്ലാതെ എത്രയോ നേരം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലെ, എത്രയോ കാര്യങ്ങളിൽ നമ്മൾ ശുഗലായിട്ട് നമ്മുടെ സമയങ്ങളൊന്നും കാണാനുണ്ടാവില്ല
അവസാനം നന്മയുടെ റിക്കാർഡിൽ ഇതൊക്കെ വലിയ അമലായിട്ട് കാണാൻ പറ്റും. അതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയാം. الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അർഹമു റഹീമായ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, നിങ്ങൾ ഓതിയതും പറഞ്ഞതും പാടിയതും പങ്കെടുത്തതും ഒരുമിച്ച് കൂടിയതും ഒരുമിച്ച് കൂട്ടിയതും നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, എല്ലാറ്റിൻ്റെയും മിഥല സവാബ് ഞങ്ങളുടെ എല്ലാറ്റിൻ്റെയും സബബായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യ റൗളാ ശരീഫിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അംബിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ, സുഹദാക്കൾ, ഖൈർ ഇൽമ സ്വലാഹിൻ്റെ ആളുകൾ, ഞങ്ങളുടെ കുടുംബത്തിലെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, വല്ലുപ്പമാര്, വല്ലുമ്മമാര്, ഭാര്യ ഭർത്താക്കന്മാര്, മക്കള്, വേണ്ടപ്പെട്ടവര്, കൂട്ടുകുടുംബാദികൾ, അയൽവാസികൾ, ബന്ധുമിത്രാദികൾ, അല്ലാഹുവേ, ഞങ്ങളുടെ മഹല്ലത്തുകാര്, ഓരോരോ മഹല്ലത്തിലും കിടന്നുറങ്ങുന്ന, ഓരോരോ പള്ളിയുടെ ചുറ്റുഭാഗത്ത് മീസാൻ കല്ലിൻ്റെ അടിയിൽ കിടക്കുന്ന അല്ലാഹുവേ, മരിച്ചുപോയ എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഹദറത്തിലേക്കും എത്തിക്കണേ അല്ലാഹ്. അവിടെ ഖബർ നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്ക് നീ അഫൂ നൽകണേ അല്ലാഹ്, മാപ്പ് നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഒരുപാട് അപരാധങ്ങൾ, തെറ്റുകൾ ചെയ്തു പോയവരാണ് ഞങ്ങൾ. വിവരം കുറഞ്ഞവരാണ്, തഖ്വ കുറഞ്ഞവരാണ്, ഇൽമു കുറഞ്ഞവരാണ് റബ്ബേ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് മാപ്പ് നൽകുമെന്ന പ്രതീക്ഷയാണ്. അല്ലാഹുവേ, നിന്റെ ഇരുലോക വിജയത്തിന്റെ കവാടം ഞങ്ങൾക്ക് നീ ഫതഹാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസ് നീ ഖബൂലാക്കണേ റബ്ബേ. മജ്ലിസിൽ പങ്കെടുത്ത ഞങ്ങളാരെയും, ഞങ്ങളുടെ വേണ്ടപ്പെട്ട ഒരാളെയും നീ വെറും കയ്യോടെ മടക്കല്ലേ അല്ലാഹ്. നിന്നോടല്ലാതെ ചോദിക്കാൻ ഞങ്ങൾക്ക് മറ്റാരുമില്ല റബ്ബേ. അല്ലാഹുവേ, നീ ഞങ്ങളെ കൈയൊഴിഞ്ഞു കളഞ്ഞാ പിന്നെ ഞങ്ങൾ എവിടെ പോകാനാണ് തമ്പുരാനെ? ഞങ്ങൾക്ക് എവിടെയും പോകാനില്ല അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളെ സഹായിക്കണേ റബ്ബേ. ഞങ്ങളുടെ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും നീ മാപ്പ് തരണേ അല്ലാഹ്. അല്ലാഹുവേ, നാളെ ഖബറിലേക്കും പരലോകത്തേക്കും ഞങ്ങളുടെ തെറ്റുകളെ നീ മാറ്റിവെക്കല്ല റബ്ബേ. അല്ലാഹുവേ, എത്ര പേരാണ് ദുആ ചെയ്യാൻ വേണ്ടി ഡെയിലി പറയുന്നത്, കമന്റിലൂടെ പറയുന്നത്. അല്ലാഹുവേ, ഖൽബിൽ ദുആ ചെയ്യണമെന്ന മോഹത്തോടെ ഖൽബ് കൊണ്ട് ആമീൻ പറയാൻ വേണ്ടി കാത്തിരിക്കുന്നവർ എത്ര പേരാണ് റബ്ബേ. അല്ലാഹുവേ, ക്ലാസ്സിലും മജ്ലിസിലൊക്കെ മുടങ്ങാതെ ജോയിൻ ചെയ്യുന്നവർ എത്ര പേരാണ്? സ്വലാത്തും ദിക്റുകളും ചൊല്ലി ഞങ്ങളുടെ കൂടെ വരുന്നത് എത്ര പേരാണ്? അല്ലാഹുവേ, എല്ലാവർക്കും നീ ഖൈറ് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾ ഇന്നങ്ങ് മരിച്ചു പോയാൽ റബ്ബേ, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല അല്ലാഹ്. ഞങ്ങൾ ഈ ചൊല്ലിയ ദിക്റും സ്വലാത്തും ദുആകളുമല്ലാതെ ഞങ്ങൾ മരിച്ചാ പിന്നെ ഞങ്ങൾക്ക് എന്ത് ഉപകാരത്തിന് വരാനാണ്? അല്ലാഹുവേ, ഖബൂലാക്കണേ റബ്ബേ. പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, അല്ലാഹുവേ, എല്ലാറ്റിനെ തൊട്ടും ഞങ്ങൾക്കും ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും എല്ലാവർക്കും നീ കാവൽ തരണേ അല്ലാഹ്. അല്ലാഹുവേ, ശരീരം കീറി മുറിക്കേണ്ട രോഗങ്ങളൊന്നും തരല്ലേ അല്ലാഹ്. പടച്ചവനെ, ശ്വാസം മുട്ടുകൊണ്ട് വിഷമിക്കുന്ന എത്ര പേരാണ്? കണ്ണിന് കാഴ്ചയില്ലാതെ തപ്പിത്തടയുന്നവർ എത്ര പേരാണ് റബ്ബേ? ശരീരത്തിന്റെ പല ഭാഗത്തും വേദനയുള്ളവർ എത്ര പേരാണ്? അല്ലാഹുവേ, ഓപ്പറേറ്റ് ചെയ്തവര്, ചെയ്യാനിരിക്കുന്നവര്, പല നിലക്കുമുള്ള രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവര്, അല്ലാഹുവേ, ഷാഫി നീ മാത്രമാണ്. ഷാഫിയായ, കാഫിയായ, മുആഫിയായ റബ്ബേ, നീ ശിഫാ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബക്കാര് മുഴുവനും ഞങ്ങൾ മരിച്ചു കിട്ടാൻ കൊതിക്കുന്ന ഒരു രോഗവും നീ തരല്ലേ അല്ലാഹ്. പടച്ചോനെ, വീടില്ലാത്തവര്, മക്കളില്ലാത്തവര്, ജോലിയില്ലാത്തവര്, കുടുംബത്തിൽ റാഹത്തും സന്തോഷം ഇല്ലാത്തവര്, ഒട്ടനവധി കടങ്ങള്, പ്രയാസങ്ങള്, വിഷമങ്ങള്, ഞെരുക്കങ്ങള്, അല്ലാഹുവേ, പല നിലക്കും പ്രയാസങ്ങളുള്ളവരുണ്ട് അല്ലാഹ്.
അതിനെ പരിഹരിക്കാൻ നിനക്കല്ലാതെ കഴിയൂല്ല റബ്ബേ. നിന്നെ ഏൽപ്പിക്കുകയാണ്, എല്ലാറ്റിനും പരിഹാരം കാണണേ അല്ലാ. അല്ലാഹുവേ, ലോക മുസ്ലിമീങ്ങൾക്ക് നീ ഇസ്സത്തും സലാമത്തും ഹിഫ്ദും തരണേ അല്ലാ. എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. അല്ലാഹുവേ, ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ച എല്ലാ ഖൈറും ഞങ്ങൾക്ക് തരണേ അല്ലാ. അവിടുന്ന് കാവൽ ചോദിച്ച എല്ലാ ശർറിൽ നിന്ന് കാവൽ തരണേ അല്ലാ. അവസാനം ദുആ ചെയ്യുന്ന ആമീൻ പറയുന്ന സാധുക്കളാണ് ഞങ്ങളുടെ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞ് മുഅ്മിനീങ്ങളെ പോലെ നെറ്റി വിയർത്ത് വാൽക്കണ്ണിലൂടെ കണ്ണുനീരൊലിച്ച് ഈമാനോടെ മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളെ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم رب ارحمهما كما ربياني صغيرا. ربنا تقبل منا إنك أنت السميع العليم. تب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. صل على جميع الأنبياء المرسلين. الحمد لله رب العالمين. وآخر كلامي الحمد لله. السلام عليكم ورحمة الله وبركاته.